പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂലൈ മാസം 6-ാം തീയതി ഞായറാഴ്ച. അവിടത്തേക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ ദിവസം ഈശോയെ ഏറ്റവും ഒരുക്കത്തോടെ ബലിയർപ്പിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കൃപ നൽകണമേ. കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഈ ദിവസം മുഴുവനും ഞങ്ങളോടൊപ്പം നൽകണമേ. ഈശോയെ പൂർണ്ണമായിട്ട് അങ്ങയുടേതായി ജീവിക്കാൻ വേണ്ട കൃപ നൽകണമേ എന്ന് നമ്മുടെ വ്യക്തിപരമായ ഇന്നത്തെ പ്രാർത്ഥനകൾ ഒരു നിമിഷം സമർപ്പിക്കാം. ലൂക്കാസ് സുവിശേഷം 12-ാം അധ്യായം 24-ാം വചനത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ധ്യാനിക്കാം. പക്ഷികളേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവപരിപാലനയിൽ വിശ്വാസമർപ്പിക്കുവാൻ ആഹ്വാനം നൽകുകയാണ് ഇന്നത്തെ വചനം. സ്വന്തമായി ഒന്നുമില്ലാത്ത പക്ഷികളെയും പുല്ലുകളെയും പോലും മനോഹരമായി അലങ്കരിക്കുന്നവനായി കർത്താവ് അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിട്ടുള്ള നമ്മെ എന്തുമാത്രം കരുതുന്നുണ്ടായിരിക്കും. പക്ഷേ ആ ബോധ്യം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് മാത്രം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, ഒരിക്കലും കൈവിടാത്ത, ഒറ്റയ്ക്കാക്കാത്ത ഒരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന ബോധ്യം എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.